ഇപ്പോ നിലവില് ഒരുപാട് കോൺട്രവേഴ്സി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തെ കുറിച്ചിട്ടാണ്. ഉത്സവങ്ങൾക്ക് ആനകളെ ഉപയോഗിക്കുന്നത് എന്തിനാണ്? അതിന്റെ ആവശ്യമുണ്ടോ? ഈ കോൺട്രവേഴ്സികൾ എനിക്കിത് ഇഷ്ടമല്ല. പക്ഷെ എന്നാലും ഇത് വലിയ കോൺട്രവേഴ്സി ഇല്ല. കാരണം ആന നമുക്കെതിരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇത് മനുഷ്യന്മാർക്കെതിരെ അല്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല. അത് എനിക്ക് തോന്നുന്നു വളരെ ലോക്കൽ ആയിട്ടുള്ള ഒരു സങ്കല്പമാണ് ആന ഉത്സവങ്ങൾക്ക് ഉപയോഗിക്കുക. അപ്പൊ മലബാറിൽ എന്റെ നാട്ടിലെ ഉത്സവത്തിന് ആനയില്ല. തെടംപെഴുന്നള്ളത്ത് എന്ന് പറയുന്നത് തിരുമേനി തലയിൽ വെച്ചിട്ടാണ് കൊണ്ടുപോവുക. നൃത്തമാണ് പതിവ്. വളരെ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഒരു സിദ്ധാന്തമാണ് ആന എന്ന് പറയുന്നത് ഉത്സവങ്ങൾക്ക് ഉപയോഗിക്കല്. അത് പൂർണ്ണമായിട്ടും വേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. പല ചടങ്ങുകളും ആചാരങ്ങളും കാലങ്ങളനുസരിച്ചിട്ട് മാറ്റേണ്ടത് അത്യാവശ്യമാണ്. ഉത്സവങ്ങൾക്ക് പൂരം പോലെയുള്ളതിന് കെട്ടി ആടിക്കാനുള്ളതല്ല. അത് നികൃഷ്ടമായ ഒരു ആചാരമാണ്, ബാർബേറിയൻ സിദ്ധാന്തമാണ് എന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ നെറ്റിപ്പട്ടവും മുത്തുക്കുടയും അലങ്കാരങ്ങളും ആനകളെ വെച്ചിട്ടുള്ള കോമ്പറ്റീഷനും തെടംപെഴുന്നള്ളത്തിന് ദേവീദേവന്മാരെ ആനയുടെ മുകളിൽ കയറ്റിയാൽ മാത്രമേ ഉള്ളൂ. എന്നാ പിന്നെ പോത്തിന്റെ മുകളിൽ കയറ്റിക്കൂടെ, പശുവിന്റെ മുകളിൽ കയറ്റിക്കൂടെ, കുതിരന്റെ മുകളിൽ കയറ്റിക്കൂടെ, കഴുതയുടെ മുകളിൽ കയറ്റിക്കൂടെ? അല്ല, ഞാൻ ചോദിക്കുന്നത് ഏത് മൃഗമാണ്? ഇത് പറയുമ്പോൾ ആദരണീയനായിട്ടുള്ള സ്വാമി ചിദാനന്ദപുരി ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ സാർ, നമ്മുടെ എല്ലാം ഏറ്റവും ആചാര്യനായിട്ടുള്ള പൈതൃകാചാര്യൻ ഡോക്ടർ ഗോപാലകൃഷ്ണൻ സാർ എല്ലാവരും തന്നെ ഇതേ അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത് എന്നൊന്ന് ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ. അല്ല, ഒരു കാര്യം എന്താ വെച്ചാല് പണ്ട് കാലത്ത് വലിയ സ്റ്റേജുകൾ കെട്ടാൻ പറ്റില്ല. അപ്പോ തടമ്പ് മുകളിൽ കയറ്റിക്കഴിഞ്ഞാൽ എല്ലാവർക്കും കാണാൻ പറ്റും. ആന നമ്മുടെ അതേ സ്വഭാവത്തിൽ ഉണ്ടായിരുന്ന, ഞാൻ ആനയെ കുറിച്ചുള്ള ഒരു പിന്നെ കൊച്ചിയിലുണ്ടായിരുന്ന ഒരു സെമിനാറിൽ ഉണ്ടായിരുന്നു. അതിൽ ആനയെ കുറിച്ചുള്ള പങ്കിനെ കുറിച്ച് നല്ലതായിട്ട് ഞാൻ അവിടെ സംസാരിച്ചിട്ടുണ്ട്. ആനയുടെ എണ്ണം നോക്കിയാൽ തന്നെ ആ യുദ്ധത്തില് ആര് ജയിക്കും എന്ന് പറയാൻ പറ്റുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നുവെച്ചാൽ ആനയുടെ എണ്ണം നോക്കിയാൽ പറയാം അവര് ജയിക്കുമെന്നുള്ളത്. കാരണം ആനക്ക് യുദ്ധത്തിൽ പങ്കുണ്ടായിരുന്നു, കുതിരക്കുണ്ടായിരുന്നു പങ്ക്. അങ്ങനെ വ്യത്യസ്തമായ മൃഗങ്ങളെയൊക്കെ നമ്മൾ യുദ്ധത്തിലടക്കം ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പൊ തിടമ്പെഴുന്നള്ളത്തിലും പൂരത്തിലും ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് കാണാൻ ഭംഗിയുണ്ട്. തിടമ്പെഴുന്നള്ളത്ത് നല്ലതാണ്, അത് കാണാൻ ഭംഗിയുള്ള തരത്തില് കേരളത്തിന്റെ തന്നെ ടൂറിസത്തിന്റെ ഏറ്റവും നല്ല ഒരു പാരമ്പര്യത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ കാണിക്കാറുണ്ട്. പക്ഷെ ഇന്ന് മുതൽ ഈ ഭാവിയിൽ നമ്മളത് ഉപയോഗിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാട്ടിൽ നിന്ന് ആനകൾ പുറത്തു വരുന്നു, എന്നിട്ട് മനുഷ്യന്മാരെ പ്രശ്നം ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ നാട്ടിൽ നിന്ന് കാട്ടിലേക്ക് ജനങ്ങൾ പോകുന്നു. ഇതിനൊക്കെ വ്യത്യസ്തമായിട്ടുള്ള കാരണങ്ങളുണ്ട്. ഒന്ന്, എല്ലാ ജീവികൾക്കും ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കേണ്ടത് നമ്മുടെയൊക്കെ കടമയാണ്. പരിതസ്ഥിതിയിൽ, ജീവശാസ്ത്രത്തില്, മൃഗസംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് ആനകളെ ഉപയോഗിക്കുന്നതില് ഇപ്പൊ കുറെ നിയന്ത്രണം ആവശ്യമാണ്. കാരണം അതിനാവശ്യമുള്ള ഭക്ഷണം കിട്ടുന്നില്ല. അതിന് ഏത് തരത്തിലാണോ അതിനെ ക്രമീകരിക്കേണ്ടത് അതുപോലെ ക്രമീകരിക്കാൻ പറ്റുന്നില്ല. ആദ്യം മനസ്സിലാക്കേണ്ടത്, ആന ജന്മം കൊണ്ട് വെള്ളത്തിൽ ജീവിക്കുന്ന ഒരു ജീവിയായിരുന്നു. ആനയുടെ മുഖം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ താറാവിന്റെ മുഖം, വായ പോലെ, തുമ്പിക്കൈ ഇതുപോലെയായിരുന്നു. അത് മീൻ പിടിച്ചിട്ട് ജീവിച്ചിട്ടുള്ള ഒരു നോൺ വെജിറ്റേറിയൻ ജീവിയായിരുന്നു ഒരു കാലത്ത്, കുറെ ഹൺഡ്രഡ്സ് ആൻഡ് തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് ബാക്ക്. അതുകൊണ്ടാണ് ഇന്നും ആനയ്ക്ക് നീന്താൻ പറ്റുന്നത്. ആനയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം എന്ന് പറയുന്നത് വെള്ളത്തിൽ കിടക്കുക എന്നുള്ളതാണ്. നമ്മളെ ഇന്ന് കിടക്കാൻ പറ്റുന്ന വെള്ളമുള്ള കാട് എവിടെയെങ്കിലും ഉണ്ടോ? അവിടെയൊക്കെ വെള്ളം ഇല്ലാണ്ടായി, അവിടെയൊക്കെ ചെറിയ ചെറിയ ചാലുകളായി മാറി, എൻക്രോച്ച്മെന്റ് വളരെ കൂടുതലായി, മഴയുടെ അംശം കുറഞ്ഞു കേരളത്തില്. പണ്ടുണ്ടായിരുന്ന മഴയൊന്നും ഇന്നില്ല. അതുപോലെ വെള്ളം തടം കെട്ടി നിൽക്ക്, അവിടെ ആനകൾക്ക് പാർപ്പിക്കാൻ പറ്റുന്ന സ്ഥലമില്ല. ആനയെ ഒരു സ്ഥലത്ത് നിന്ന് കുറേ ദൂരം കൊണ്ടുപോയിട്ട് വേണം ഈ തടമ്പുകൾക്കൊക്കെ വേണ്ടത്. ഇന്ന് എനിക്ക് തോന്നുന്നു കേരളത്തിലെ നാട്ടാനകളായിട്ടുള്ളതിന്റെ എണ്ണം, ടിബേസി ആനകൾക്ക് വെള്ളവുമായിട്ട് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ജീവി എന്ന് പറയുമ്പോൾ അതിന്റെ ഫീറ്റ്, അതിന്റെ പാദങ്ങള്
അത് വെള്ളത്തിൽ അല്ലെങ്കിൽ വെറ്റ് ലാൻഡിൽ അല്ലെ, നനഞ്ഞ ഇടങ്ങളിൽ അല്ലെങ്കിൽ വളരെ ചതുപ്പുള്ള അല്ലെങ്കിൽ കാട്ടിലെ മണ്ണിൽ മാത്രം നടക്കാനുള്ള ഒരു പ്രത്യേകതയുള്ള ഒരു ഫീറ്റാണ് അതിനെ ഈ ചൂടുകളിൽ കൂടി, പ്രത്യേകിച്ചും റോഡുകളിൽ കൂടി ഒട്ടും അതിനെ താങ്ങാൻ ആവാത്ത ഒരു കാര്യമാണ്. മാത്രമല്ല ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, കാട്ടിലാണെങ്കിൽ അത് 200 ലിറ്ററിൽ കൂടുതൽ വെള്ളം കുടിക്കുന്ന ഒരു ജീവിയാണ്. അതിനാവശ്യമായിട്ടുള്ള ഒരു വാട്ടർ ഇൻടേക്ക് അല്ലെങ്കിൽ വെള്ളം ഈ നാട്ടിൽ കൊണ്ടുവരുമ്പോൾ അതിന് സാധിക്കുന്നില്ല. മറ്റൊന്ന് അത് എത്രയോ തരം പച്ചിലകളും അതുപോലെ തന്നെ മടലുകളും ഒക്കെ പല പല വൃക്ഷങ്ങളുടെ ചെടികളുടെ എല്ലാം ഭക്ഷണം കഴിക്കുന്ന ഒരു ജീവിയാണ്. അതിന്റെ സ്വാഭാവിക ഭക്ഷണമല്ല തെങ്ങോലയും പനയോലയും എല്ലാം എന്നാണ് കേട്ടിട്ടുള്ളത്. കാരണം ഊഹിക്കാവുന്നതേ ഉള്ളൂ, തെങ്ങിൽ നിന്ന് അതെങ്ങനെയാണ് ഓല പറിച്ച് കഴിക്കുക എന്നുള്ളത് തന്നെ നമുക്ക് അറിയാം. അപ്പൊ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ്, അതിന് കഴിക്കാൻ സാധിക്കാത്ത ഭക്ഷണങ്ങൾ കൊടുത്തിട്ട് ഇമ്പാക്ഷൻ പോലെയുള്ള രോഗങ്ങൾ, ഇരണ്ടക്കെട്ട് എന്നൊക്കെ പറയുന്നത്, കുടലിനകത്ത് ഒരുപാട് ഫൈബർ വന്നിട്ടുള്ള അസുഖങ്ങൾ ഉള്ളതായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങ് പറഞ്ഞത് വളരെ ശാസ്ത്രീയമായിട്ട് ഇതിനിടയിൽ കൂടി ഓർത്തത് പറഞ്ഞു മാത്രം. എന്റെ തറവാട്ടിൽ എന്റെ അമ്മ ചെറുതാവുന്ന സമയത്ത് ചെറിയൊരു ആന ഉണ്ടായിരുന്നു. ആനയുടെ കൂടെ കളിച്ചു വളർന്ന ആളാണ് എന്റെ അമ്മ. അത്രയും പെറ്റായിട്ടുള്ളൊരു ആനിമൽ, ഇത്രയും ബുദ്ധിയുള്ളൊരു ആനിമല്. പലപ്പോഴും അത് കഴിഞ്ഞിട്ട് അത് ദേവസ്വത്തിന് വിട്ടുകൊടുത്തു. അത് കഴിഞ്ഞിട്ട് ദേവസ്വത്തിൽ പലപ്പോഴും ഉപയോഗിക്കുന്നത് ചിലപ്പോൾ മരം വലിക്കാനൊക്കെയാണ്. അങ്ങനെ എന്റെ നാട് വഴി പോകുന്ന സമയത്ത് പാപ്പാമാര് മാറിക്കൊണ്ടേയിരിക്കും. ആ പാപ്പാന് ഈ ആന പോവില്ല. എന്റെ വീട്ടിൽ വന്ന് അമ്മയുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും ഭക്ഷണം മേടിച്ച് കഴിച്ചാലേ ആ നാട്ടിൽ നിന്ന് തിരിച്ചു പോകുള്ളൂ. ആ സമയത്ത് പാപ്പാൻ ചോദിക്കും, എന്താ പ്രശ്നം, ആന എന്താ പോവാത്തെന്ന് അറിഞ്ഞ സമയത്ത് ആൾക്കാർ പറയും, ഇന്ന് വീട്ടിൽ പോയിട്ട് ഭക്ഷണം കൊടുത്തോ? ഇല്ല, അത് കൊടുത്താലേ ആന പോകുള്ളൂ, നമുക്കറിയാന്ന് പറയും. അപ്പൊ ആനയ്ക്ക് നല്ല ബുദ്ധിയുണ്ട്, വളരെ ടേംഡ് ആക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മൃഗമാണെന്നുള്ളതിൽ ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. അങ്ങനെ ഉപയോഗിച്ചിരുന്നു, അത് നമ്മുടെ പാരമ്പര്യമായിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. പണ്ട് ആനയുടെ പുറത്ത് ആൾക്കാർ സഞ്ചരിച്ചു എന്നുള്ളത് കൊണ്ട്, കുതിരപ്പുറത്ത് സഞ്ചരിച്ചു എന്നുള്ളത് കൊണ്ട് ഇന്ന് ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കാതെ കുതിരപ്പുറത്ത് സഞ്ചരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ ഇന്ന് നമുക്ക് ആകെ സപ്പോർട്ട് കൊടുക്കാനുള്ളത്, എനിക്ക് തോന്നുന്നു ആനകളുടെ ആവശ്യം കേരളത്തില് ആകെ എല്ലാ ക്ഷേത്രങ്ങളിലും ഉള്ളതല്ല. പാരമ്പര്യമായിട്ട് ഉപയോഗിച്ചിരുന്ന ആനകളുടെ എണ്ണം നോക്കിയാല് അതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള നമ്പർ ഓഫ് എലിഫന്റ്സ് ഇല്ല ഇപ്പൊ. അപ്പൊ എന്ത് പറ്റും? ഉള്ള ആനകളെ ടാക്സ് ചെയ്തിട്ട് റെസ്റ്റ് കൊടുക്കാതെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്ക് എങ്ങനെയൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യും. ഇനി ഇതിനെ ചിലപ്പോൾ കുറേ ദൂരം കൊണ്ടുപോകണമെങ്കിൽ ലോറിയിലാണ് കൊണ്ടുപോകുക. ആ ലോറിയിൽ കെട്ടിയിട്ട് കൊണ്ടുപോകുന്ന ഒരവസ്ഥ കാണുമ്പോൾ ഒരു ജീവിക്ക്, നടന്നുകൊണ്ടിരിക്കുന്ന ജീവി അല്ലാതെ കിടക്കുമ്പോൾ കിടക്കുകയും എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടനെ നടക്കുകയും ചെയ്യുന്ന, കുറെ മണ്ണ് വാരി മേത്തിടുകയും വെള്ളം ഒഴിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജീവിയെ നമ്മൾ ഒരു വണ്ടിയിൽ 2 ദിവസം ഇട്ടു എന്ന് വിചാരിക്കുക. ആ മഹാഭാവം ഞാനും ചെയ്തിട്ടുണ്ട് കേട്ടോ. കേരളത്തിൽ നിന്ന് 3 ആനയെ ഹൈദരാബാദിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോ നമ്മൾ അറിയാത്ത കാലത്ത് ഇതൊക്കെ പലപ്പോഴും ഇത്തരം മണ്ടത്തരങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ ഒഴിവാക്കാൻ സാധിക്കുന്ന ഏതൊക്കെ തരത്തില്, അതും കേരളത്തിന്റെ ആനകൾ ഒറീസയിലെ ആനകളെ പോലെയല്ല. അവിടെ ജീവിക്കുന്ന സമയത്ത് അവിടുത്തെ DNA, അവിടുത്തെ പാരമ്പര്യത്തിൽ ജീവിക്കാൻ പറ്റുന്ന, കുറച്ച് വെള്ളം ഉണ്ടായാലും ജീവിക്കാൻ പറ്റുന്ന ആനകൾ ഉണ്ടായിട്ടുണ്ട്. നമ്മളെ കേരളത്തിന്റെ ഒരു പാരമ്പര്യം വെച്ച് നോക്കുന്ന സമയത്ത് അതിൻ്റെതായ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു ജന്മം കൊണ്ട് അതിന് കിട്ടുന്ന ഒരു DNA കൊണ്ട് അതിന് കിട്ടുന്ന ഒരു സ്വഭാവമുണ്ട്. പല മൃഗങ്ങളും, ആന മാത്രമല്ല, നമ്മളിപ്പോ പല മൃഗങ്ങളും വളരെ വൈൽഡ് ആയിട്ട് കാണുന്ന, പണ്ട് നായ്ക്കളൊന്നും അത്ര വൈൽഡ് ആയിരുന്നില്ല. ഇന്ന് എന്തുകൊണ്ടാണ് നായ്ക്കൾ വൈൽഡ് ആവുന്നത്? അവയ്ക്ക് കുടിക്കാൻ വെള്ളമില്ല. പണ്ട് എല്ലാ അടുക്കളയുടെയും പിന്നാമ്പുറത്ത് പോയാൽ അതിന് കുറച്ചെങ്കിലും വെള്ളം കുടിക്കാൻ ഉണ്ടാവും. ഇപ്പൊ പാത്രത്തിൽ പോലും വെള്ളമില്ല. കാരണം വെള്ളം വെച്ച കൊതുക് വരും എന്ന് പറഞ്ഞിട്ട് എല്ലാം അണ്ടർഗ്രൗണ്ട് ഡ്രൈനേജുകളാണ്. അപ്പൊ എല്ലാ സ്ഥലത്തും വെള്ളമില്ലാത്ത അവസ്ഥ വരുമ്പം അണ്ണാർക്കണ്ണൻ അപ്രത്യക്ഷമായി, കാക്കകൾ അപ്രത്യക്ഷമാവും, കുയിലുകൾ അപ്രത്യക്ഷമാവും, വ്യത്യസ്തമായിട്ടുള്ള ജീവികളൊക്കെ അപ്രത്യക്ഷമാവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പെറ്റാണെന്ന് കരുതിയിട്ട് നമ്മൾ വളർത്തുന്ന ഈ ആനകൾ വൈൽഡാവും, അതുപോലെ തന്നെ പട്ടികളും വൈൽഡാവും, നായ്ക്കളും വൈൽഡാവും. അപ്പൊ നമ്മൾ ഇവരെ വൈൽഡ് ആക്കാണ്ടിരിക്കണമെങ്കിൽ അവർക്കുള്ള ഒരു സന്നാഹം ഒരുക്കി കൊടുത്തിട്ട് അവർക്കായിട്ട് കുറച്ച് സ്ഥലം വിട്ടു കൊടുക്കേണ്ടി വരും. അതല്ലാത്തടത്തോളം കാലം ഈ ഒരു എക്കോ സിസ്റ്റത്തില് ഇംബാലൻസ് ഉണ്ടാവും. ആ ഇംബാലൻസ് ഉണ്ടാവുന്ന സമയത്ത് കുറേ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ സാധാരണ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്ന മാത്തമാറ്റിക്സിൽ പഠിക്കുന്ന സമയത്ത് സാധാരണ പറയാറുണ്ട്, ഒരു കാട്ടിൽ എത്ര ഗ്രീനറി ഉണ്ടോ, എത്ര പുല്ല് വളരുന്നുണ്ടോ അത്രയും മുയലുകൾ വളരുന്നു വിചാരിക്കാം. എത്ര മുയൽ വളരുന്നുണ്ടോ അത്രയും ഫോക്സുകൾക്ക് വളരാൻ പറ്റും. എത്രയും ഫോക്സ് വളരുന്നുണ്ടോ അത്രയും നരിക്ക് വളരാൻ പറ്റും. ഇനി നരി വളരെ കൂടുതലായി വിചാരിക്കും, എല്ലാ ഫോക്സിനെയും കഴിച്ചു കഴിഞ്ഞു വിചാരിക്കും. അപ്പൊ എന്ത് പറ്റും? മുയലിന്റെ എണ്ണം കൂടും.
മുയലിന്റെ എണ്ണം കൂടി എന്ത് പറ്റും, അത്രയും ഇല തിന്നാനില്ലാത്തതുകൊണ്ട് മുയൽ ചത്തുപോകും. അപ്പൊ ഇത് ഒരു 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 എക്കോസിസ്റ്റം എന്ന് പറയുന്നത് വളരെ അന്യോന്യം ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു എക്കോളജിക്കൽ സിസ്റ്റമാണ്. അതിൽ ഈ മനുഷ്യൻ കടന്ന് ചാടി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതില്ലാണ്ടിരുന്ന് കഴിഞ്ഞാൽ തന്നെ റേഷൻ ഷോപ്പ് അന്വേഷിച്ച് പോകുന്ന ഒരു ആന ഉണ്ടാവില്ല. TPC അങ്ങൊരു ആന്ത്രോപോളജി മുതല് സ്ഥാപത്യവേദം, അതായത് ക്ഷേത്ര പ്രതിഷ്ഠകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വേദങ്ങൾ അടക്കം പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്, സ്ഥപതി കൂടിയാണ്. അതുകൊണ്ട് തന്നെ ക്ഷേത്ര തത്വങ്ങളിലെ ഏറ്റവും അധികം പ്രാധാന്യമുള്ളത് എനർജിക്കല്ലേ, പ്രാണശക്തിക്കല്ലേ. എല്ലാ ജീവികളുടെയും എനർജിക്ക് അവിടെ വളരെ പ്രാധാന്യമുണ്ട്. അവിടെ എങ്ങനെയാണ് നമ്മളൊരു ക്ഷേത്രം നിർമ്മിക്കുമ്പോൾ മുറിക്കുന്ന ഒരു മരത്തിന്റെ വരെ അനുവാദം ചോദിച്ച്, അതിൽ ജീവിച്ചിരിക്കുന്ന ജീവികളുടെ വരെ അനുവാദം ചോദിച്ചിട്ട് മുറിക്കുന്ന ഒരു പാരമ്പര്യമുള്ള നമ്മള് എങ്ങനെയാണ് ഇത്രയും വലിയ കരയിലെ ഏറ്റവും വലിയ ജീവിയെ അവിടെ കൊണ്ടു നിർത്തിയിട്ട് ഇത്രയധികം വേദന സഹിപ്പിച്ചിട്ട് ആ ക്ഷേത്ര അന്തരീക്ഷത്തിൽ ഒരു നെഗറ്റീവ് എനർജി കൊണ്ടുവരുന്നത്? അതിനെ എങ്ങനെയാണ് വൈദിക പ്രമാണങ്ങൾ അനുസരിച്ച് അങ്ങേക്ക് വിശദീകരിക്കാൻ സാധിക്കുക? ഈ ഒരു അനാചാരത്തെ എല്ലാ ആചാര്യന്മാരും, നമ്മുടെ ആദരണീയനായിട്ടുള്ള പൈതൃകാചാര്യൻ ഡോക്ടർ ഗോപാലകൃഷ്ണൻ സാർ ആയാലും ശരി, സ്വാമി ചിദാനന്ദപുരി ആയാലും ശരി, അങ്ങേ പോലെ ഏറ്റവും അധികം ആത്മീയ ജ്ഞാനമുള്ള ആത്മീയ ആചാര്യനായിട്ടുള്ള TPC ആയാലും ശരി, എല്ലാവരും ഈ നിലപാടെടുക്കുമ്പോൾ എന്ത് ആചാരത്തിന്റെ പേരിലാണ് ചില ആചാര സംരക്ഷകര് ഈ ഒരു ക്രൂരതയെ അനുകൂലിക്കുന്നത്? ഇത് മാറ്റേണ്ട കാലഘട്ടമായിട്ടില്ലേ? ഈ എനർജി ഒരു വൈബ്രേഷനെ കുറിച്ച് കൂടി അങ്ങയോട് ചോദിക്കുകയാണ്. ഈ എൻട്രോപ്പി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് നമ്മളെ എല്ലാത്തിന്റെയും തെർമോഡൈനാമിക്സില്. ഈ ക്രമസമാധാനം എന്ന് പറയുന്ന, ക്രമം എന്ന് പറയുന്ന അക്രമമല്ലാത്ത അവസ്ഥയെ സന്തുലിതാവസ്ഥയിൽ കൊണ്ടുപോകണമെങ്കിൽ എന്ത് വേണം എന്നുള്ള, അതാണ് നമ്മൾ ഈ അതില് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ഭാരതീയ സങ്കല്പത്തില് പ്രളയമുണ്ടായി എന്ന് പറയുന്നത്. ഈ ഇംബാലൻസ് ഉണ്ടാകുന്ന സമയത്ത് അതിനെ സെറ്റ് ചെയ്യണമെങ്കിൽ ഒരു പ്രളയം ഉണ്ടാവണം. ഇപ്പൊ ഈ പറഞ്ഞിട്ടുള്ളതില് ആചാരം എന്നുള്ളത് ആണെങ്കിൽ എപ്പോ വേണമെങ്കിലും മാറ്റാൻ പറ്റുന്നതിനെയാണ് ആചാരം എന്ന് പറയാം. ആനയെ കൊണ്ട് തടംപെടുപ്പിക്കുക എന്നുള്ളത് ആചാരമാണ്, അനുഷ്ഠാനമല്ല. തടംപെടുക്കണം എന്നുള്ളത് അത്യാവശ്യമാണ്. പക്ഷെ തടംപെടുക്കുന്നത് പിന്നെ പുരുഷന്റെ തലയിൽ വെക്കണോ, അല്ല ആനയുടെ തലയിൽ വെക്കണോ, കുതിരയുടെ തലയിൽ വെക്കണോ എന്നൊക്കെ നമ്മൾ തീരുമാനിക്കേണ്ടതാണ്. രഥത്തിന്റെ മുകളിൽ കൊണ്ടുപോകുന്ന പിന്നെ ഒരു ആചാരവും നമുക്കുണ്ട്. രഥത്തിന്റെ മുകളിൽ വലിച്ചു കൊണ്ടുപോകുന്ന സംഭവങ്ങളില്ലേ. അപ്പൊ താണ്ഡവം എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് കൊണ്ടുപോകണമെങ്കിൽ അത് എടുത്തിട്ട് നൃത്തം ചെയ്യാൻ പറ്റുന്ന നർത്തകിമാരുടെ തലയിൽ വെച്ചിട്ട് നാളെ മുതൽ ചെയ്യിപ്പിക്കട്ടെന്നേ. അപ്പൊ ഓരോ കാലഘട്ടത്തിലും അതിൻ്റെതായ തരത്തിൽ മാറ്റങ്ങൾ വരുത്താൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അത് സാധിക്കണം എന്നുള്ളതാണ്. നമ്മൾ വളരെ താങ്ക്ഫുൾ ആയിട്ട് ഇത്തരം ഓരോ ജീവികൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ് സാധാരണഗതിയിൽ ശ്രീ ഭൂതബലി എന്ന് പറയുന്നത്. ഞാൻ ഒരു ക്ഷേത്രം ഉണ്ടാക്കുമ്പോൾ അവിടുത്തെ കീടങ്ങളെയും പ്രാണികളെയും ഒക്കെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ താങ്ക്സ് ഗിവിംഗ് ആണ്. ഒരു കുറച്ച് ഭഗവാന് ഭക്ഷണം കൊടുക്കുന്നതിന് മുമ്പ് തടമ്പ് എടുത്തിട്ട് പിന്നെ തന്ത്രി ക്ഷേത്രത്തിന് ചുറ്റും കുറച്ച് അരി നിലത്തിട്ടിട്ട് പാചകം ചെയ്തിട്ടുള്ള ഭക്ഷണം നിലത്തിട്ടിട്ട് കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അത് ഒരു എന്റെ താങ്ക്സ് ഗിവിംഗ്, എന്റെ ഗ്രാറ്റിറ്റ്യൂഡ്. ഈ പരിതസ്ഥിതിയിൽ നിന്നും ഞാൻ ഇത് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് അവിടെ നിന്നും ആരെയൊക്കെ മാറ്റി നിർത്തിയിട്ടുണ്ടോ, ഏതൊക്കെ ഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ മനുഷ്യനല്ലാത്ത ബാക്കി ജീവികളെയൊക്കെ മാറ്റി നിർത്തിയിട്ടുണ്ടോ, അവർക്കൊക്കെ കൊടുക്കുന്ന എന്റെ ഒരു താങ്ക്സ് ഗിവിംഗ് ആണ്. അത് നമ്മൾ എപ്പോഴും നമ്മുടെ മരങ്ങളെ സംരക്ഷിച്ചിട്ട് മാത്രമേ ബാക്കിയെല്ലാം നിലനിർത്താവൂ എന്നുള്ളത് കൊണ്ടാണ് ഓരോ ക്ഷേത്രങ്ങൾക്കും കാവുകളെ നമ്മൾ സൃഷ്ടിച്ചിട്ടുള്ളത്. ആന്ത്രോപോളജി വെച്ചിട്ട്, മനുഷ്യ ശാസ്ത്രം വെച്ചിട്ട് നമ്മൾ കാടുകൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്ന സമയത്ത് അവിടെ വൃക്ഷോ രക്ഷതി രക്ഷിത എന്ന് തന്നെയാണ്. പഞ്ചഭൂത തത്വങ്ങളില് ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം എന്നുള്ളതിനൊക്കെ സന്തുലിതമായിട്ട് നിർത്തണമെങ്കിൽ അത്യാവശ്യമായിട്ടും കുറെ കാടുകൾ വേണം. അത് നമ്മുടെ പരിതസ്ഥിതിയുടെ അല്ലെങ്കിൽ ഭാരതീയ സങ്കല്പങ്ങളുടെ ആഗ്രോ സോഷ്യോ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ, അഗ്രികൾച്ചർ ഉണ്ടാക്കുന്ന സമയത്ത് സൊസൈറ്റിക്ക് അത്യാവശ്യമാണെന്ന് നമ്മൾ അറിയുന്ന സമയത്ത് അഗ്രികൾച്ചർ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ കുറെ സ്ഥലം വിട്ടുന്ന സമയത്ത് അത് കാവുകളാക്കിയിട്ട് മാറ്റണം. എങ്കിലേ ഓരോ വില്ലേജുകളിലും കാവുകൾ ഉണ്ടായി മാത്രമേ നമുക്ക് അഗ്രികൾച്ചർ ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ എന്ന് വിശ്വസിച്ചിട്ടുള്ളവരാണ് നമ്മൾ. ആ പാരമ്പര്യം നമ്മൾ മറന്നുപോയി. ഇന്ന് കാവുകളില്ല. കാവുകൾ എന്ന് പറയുന്നത്, ഇപ്പൊ ആന്ത്രോപോളജി എന്നൊരു വാക്ക് പറഞ്ഞല്ലോ,
ഞാൻ പണ്ട് ആന്ത്രോപോളജി ഡിപ്പാർട്ട്മെന്റ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ വളരെ ഒരു പ്രഭാഷണം കൊടുത്ത സമയത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള, കോൺട്രവേഴ്സി ഉണ്ടാക്കിയിട്ടുള്ള കുറെ ഡിസ്കഷൻസ് നടന്നിട്ടുള്ള ഒരു കാലം ഉണ്ടായിരുന്നു. അതിന് കാരണം എന്താ വെച്ചാല്, നമ്മള് ഈ ഏറ്റവും നല്ല ഫോറസ്റ്റ് എന്ന് പറയുന്നത് വൈൽഡ് ഫോറസ്റ്റ് ആണ്, നാച്ചുറൽ ഫോറസ്റ്റ് ആണ്. ആ നാച്ചുറൽ ഫോറസ്റ്റുകൾ മാറ്റിയിട്ട് ഇന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നത് സോഷ്യൽ ഫോറസ്ട്രി ആണ്. എന്താ സോഷ്യൽ ഫോറസ്ട്രി? കുറേ തരത്തിൽപ്പെട്ടിട്ടുള്ള കുറെ മരങ്ങള് ഏതാണോ, ഇപ്പം തേക്ക് വെച്ചാൽ അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ്. തേക്ക് വെച്ചാൽ കുറെ കാശുണ്ടാക്കാം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്. അത് നാച്ചുറൽ ഫോറസ്റ്റ് അല്ല, വൈൽഡ് ഫോറസ്റ്റ് അല്ല. അതെന്ത് ഫോറസ്റ്റ് ആണ്? അത് സോഷ്യൽ ഫോറസ്റ്റിയുടെ കീഴിൽ ഫിനാൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള പേപ്പർ അടിക്കണമെങ്കിൽ ആ പേപ്പറിന് വേണ്ടി സോഫ്റ്റ് വുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്നത് ഫോറസ്റ്റിന്റെ കീഴിലാണ്. അപ്പൊ ഇന്നത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചിട്ട് ഇന്ത്യയിലുള്ള ഫോറസ്റ്റിന്റെ പ്രോപ്പർട്ടി എത്രയുണ്ട്, എത്ര ഏരിയ ഉണ്ട് നോക്കിയാല് കുറെ ഏരിയ ഉണ്ടാവും. പക്ഷെ അതിൽ വൈൽഡ് ഫോറസ്റ്റ് ആണോ നാച്ചുറൽ ഫോറസ്റ്റ് ആണോ സ്വയമേവ വളരാൻ സാധിക്കുന്ന ഫോറസ്റ്റ് ആണോ? റെയിൻ ഫോറസ്റ്റ് എന്ന് പറയുന്ന കാറ്റഗറി അതാണ് തോന്നുന്നു അല്ലേ? അത് നമ്മളിപ്പോ ഇത് ഇന്ന് മാത്രമല്ല, ആമസോണിൽ അടക്കം നാച്ചുറൽ ഫോറസ്റ്റ് മാറ്റിയിട്ട് അതിനകത്ത് നിറച്ചും എണ്ണ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന ചെടികൾ വെച്ചിട്ട് എണ്ണ ഉൽപാദനം ഒരു കമേഴ്ഷ്യൽ ആക്ടിവിറ്റി ആക്കി മാറ്റിയിരിക്കുന്നു. അതുകൊണ്ട് ഇതിന്റെ പ്ലാന്റേഷൻ എന്നാണ് പറയാ. നമ്മൾ ഫോറസ്റ്റിൽ പോയിട്ട് എൻജോയ് ചെയ്യുന്നത് പോലെ കുറെ റബ്ബർ പ്ലാന്റ് നടത്തിയിട്ടുള്ള റബ്ബർ പ്ലാന്റേഷനിൽ പോയിട്ട് നമ്മൾ ആരെങ്കിലും ടൂറിസത്തിനോ ട്രിപ്പിനോ അല്ലെങ്കിൽ എൻജോയ്മെന്റിനോ പോവാറുണ്ടോ? അപ്പൊ പ്ലാന്റേഷൻസും ഫോറസ്റ്റും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള പലതും പ്ലാന്റേഷൻസ് ആണ്. അത് ടിംബർ പ്ലാന്റേഷൻ ആണ്, ടീക്ക് പ്ലാന്റേഷൻസ് ആണ്. ഇതൊക്കെ എപ്പോഴാണോ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കമേഴ്ഷ്യൽ ആക്ടിവിറ്റിക്ക് ഉപയോഗിക്കുന്ന ഫോറസ്റ്റ് സെപ്പറേറ്റും നാച്ചുറൽ വൈൽഡ് ഫോറസ്റ്റുകൾ സെപ്പറേറ്റും ആക്കി മാറ്റാതെ ഏരിയകൾ തരംതിരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കാണേണ്ട 2 സിനിമകളുണ്ട്. ഇത് ഫോറസ്റ്റിൽ മാത്രമല്ല, സീസ്പിരസി എന്നൊരു സിനിമ കാണണം. കൗസ്പിരസി, കൗ എന്നാണ് പേര്. കൗസ്പിരസി എന്ന് പറയുന്ന ഒരു സിനിമ കാണണം. ഈ 2 സിനിമകളും എടുത്തിട്ടുള്ള ഒരേ ഒരു ഡയറക്ടറാണ് എടുത്തിരിക്കുന്നത്. അദ്ദേഹം യുണൈറ്റഡ് നേഷൻസിനെതിരെ ലോകത്തോട് വെല്ലുവിളിച്ചിരിക്കുകയാണ്, നിങ്ങളുടെ ഒരു പോളിസികളും ശരിയല്ല എന്ന് പറഞ്ഞിട്ട്. സീസ്പിരസി, കൗസ്പിരസി രണ്ടും കാണാൻ പറ്റുകയാണെങ്കിൽ കാണാം. ഇത് രണ്ടും കാണുമ്പോൾ നമ്മൾ മനസ്സിലാവും, ഫോറസ്റ്റ് എന്ന് പറയുന്ന ഒരു സങ്കല്പത്തില് ഒരു വൈൽഡ് ലൈഫ് എന്ന് പറയുന്നത് ഭൂമിയുടെ മുകളിലുള്ളത് പോലെ ഭൂമിക്ക് താഴെയും കടലിലും ഇരിക്കുന്ന എല്ലാത്തിനെയും നമ്മുടെ ഭൂമി നമുക്കുള്ളത് പോലെ തന്നെ ബാക്കി ജീവികൾക്കും കരയിലായാലും വെള്ളത്തിലായാലും അത് ബാക്കിയുള്ളവർക്കും കൂടി ഫ്രീ ആയിട്ട് കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ നമുക്കുണ്ടാവാൻ പോകുന്ന പ്രശ്നങ്ങളുടെ ചെറിയ ചെറിയ താക്കീതുകളാണ് ഇന്ന് കാണുന്ന ആന വരണ്ടോടുന്നതും. ഇത് ഞാൻ പറയുന്നത്, എന്റെ ബന്ധു ഒരു സ്ഥലത്ത് വലിയ പ്രശ്നത്തിലാവുമ്പോ എന്റെ വൈബ്രേഷൻസ് എന്റെ ബ്രെയിനിലും ഉണ്ടാവും. കാട്ടിലിരിക്കുന്ന ആനയ്ക്ക് ഭക്ഷണം കിട്ടുന്നില്ലെങ്കിൽ നാട്ടിലിരിക്കുന്ന ആനയ്ക്കും അത് മനസ്സിലാവും. ഇപ്പൊ ഇന്നലെ മിഞ്ഞാന്നങ്ങാണ്ട് ആ മയക്കുവെടി ഏറ്റിട്ടുള്ള ആനയെ കൊണ്ടുപോകാൻ വന്നിട്ടുള്ള കൊമ്പൻ എന്ത് നല്ല സ്നേഹത്തോടു കൂടിയാ പെരുമാറുന്നത്. അങ്ങനെ പെരുമാറാൻ അവയ്ക്ക് സാധിക്കുമെങ്കിൽ അവരുടെയൊക്കെ പിതാമഹന്മാര്, അവരുടെയൊക്കെ ബന്ധങ്ങള്, അവരുടെയൊക്കെ വൈബ്രേഷൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതുകൊണ്ടാണ്. അപ്പൊ നാട്ടിലുള്ള ഒരു ആനയ്ക്ക് അടി കിട്ടുമ്പോ കാട്ടിലുള്ള ഒരു ആനയ്ക്ക് ദേഷ്യം വരും, അത് തിരിച്ചിവിടെ വന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുമെന്നുള്ള ഉറപ്പാണ്. കാരണം ഇതൊക്കെ സ്പിരിച്വലി കളക്റ്റീവ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് മനഃശാസ്ത്രം തെളിയിച്ചിട്ടുള്ള കാര്യമാണ് അല്ലെ? ഒരു പട്ടിയെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ കൂട്ടമായിട്ടുള്ള പട്ടികൾക്ക് അത് സെൻസ് ചെയ്യാൻ സാധിക്കും. ആ കളക്റ്റീവ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് പോലും മനസ്സിലാക്കാതെയാണ് ഈ ക്രൂരത. അതിലുപരി ഏറ്റവും വളരെ വിഷമം തോന്നുന്ന അതിനും കൂടെ അങ്ങൊരു വിശദീകരണം തരണം. കാരണം ആനയ്ക്ക് മതപ്പാടുണ്ടാകുന്നത് ഒരു അസുഖമായിട്ട് കണക്കാക്കുന്ന ഒരു അശാസ്ത്രീയമായിട്ടുള്ള മനോഭാവം അത് എവിടുന്നാണ് വന്നിരിക്കുന്നത്? അതിനെ പൂട്ടിയിട്ടിട്ട് അതിനെ വാട്ടൽ എന്നുള്ള പേരിടുക. അങ്ങനെയാണെങ്കിൽ മനുഷ്യർക്ക് വിവാഹപ്രായം എത്തുമ്പോൾ അവർ വിവാഹം കഴിക്കുന്നതിനെ മയിലുകള് ഇണകളെ ആകർഷിക്കാൻ നൃത്തം ചെയ്യുന്നതും ഒക്കെ അസുഖമാണോ? അല്ല, ഇത് അസുഖം നമുക്കാണ്, ആനക്കുള്ള അസുഖമല്ല പറയുന്നത്, ഇത് നമുക്കുള്ള അസുഖം എന്നാണ്. നമുക്ക് പലപ്പോഴും അതിന്റെ ടെസ്റ്റോസ്റ്ററോൺ കൂട്ടുന്നത് പ്രകൃതിയല്ലേ? അതെങ്ങനെയാണ് അസുഖമാകുന്നത്? അതിന് ഇണചേരാനും അതിന് സ്വാഭാവികമായിട്ട് ജീവിക്കാനുമുള്ള അവകാശമില്ലേ? അതിനെ നമുക്ക് പൂട്ടിയിട്ടിട്ട് മതപ്പാടിന് കെട്ടിയിടാൻ എന്താണ് അവകാശം? അതെന്താ കാരണം എന്ന് വെച്ചാല്, ഇണചേരുന്നത് മനുഷ്യൻ തമ്മിലുള്ള ഇണചേരുന്നത് കാണാൻ സാധിക്കില്ല അന്യോന്യം എന്നുള്ളത് നമ്മുടെ ഒരു സാമൂഹ്യ ബോധം കൊണ്ടാണ്. പക്ഷെ മൃഗങ്ങളിൽ അത് കാണുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു പ്രശ്നം, അലോഹ്യം എന്ന് പറയുന്നത്, അത് നമ്മുടെ അക്രമ സ്വഭാവത്തിന്റെ ഭാവവും
നമ്മുടെ മാനുഷിക മൂല്യങ്ങൾ ഇല്ലായ്മയുടെ ഭാവവും ഒക്കെയായി മാറി എന്നുള്ളതാണ്. അത് പട്ടികൾ കൂടുന്ന കാണുന്ന സമയത്ത് കല്ലെടുത്തെറിയുക എന്നുള്ളത് സാധാരണ ഒരു സ്വഭാവമായി മാറിയിരിക്കുന്നു ജനങ്ങൾക്ക്. അപ്പൊ ആ സ്വഭാവം ഉണ്ടാവുന്ന സമയത്ത് ഒരു ഇണകളെയും കൂടെ കാണാൻ സാധിക്കാത്ത സമയത്ത് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ഇതാണ്. നമ്മുടെ മാനുഷാത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഥ തന്നെ നമുക്ക് ഉണ്ടായിട്ടുള്ളത് രാമായണത്തിന്റെ. അത് ആ ഒരു കിളിയുടെ പരിഭവം പറഞ്ഞിട്ടുള്ള രാമായണം വായിക്കുന്ന നമ്മള് ഈ ഒരു ആനയെ അതിന്റെ സ്വാഭാവികമായ അവസ്ഥയിലേക്ക് അതിനെ കൊണ്ട് പാർപ്പിക്കാൻ നമുക്ക് സാധിക്കാത്ത അവസ്ഥയിലേക്ക് നമ്മൾ ക്രൂരമായി മാറുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നത്, ഇപ്പം ആനയുടെ ഏറ്റവും കൂടുതലുള്ള തൃശ്ശൂര്, ഇപ്പൊ ഇരിങ്ങാലക്കുട എഴുന്നള്ളിപ്പ് കഴിഞ്ഞാലും അത് കഴിഞ്ഞ തൃശ്ശൂർ പൂരം, ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന സംഭവമാണ്. അപ്പോഴൊക്കെ നമുക്ക് തോന്നാറുണ്ട് പറ്റുന്നതും ഇതിനെയൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു കാര്യത്തില് ഇടപെട്ടോട്ടെ. തൃശ്ശൂർ പൂരം പോലെയുള്ള ആഘോഷങ്ങളിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് വളരെ മുൻകരുതൽ എടുത്തിട്ട് എല്ലാ പ്രിക്കോഷൻസും എടുത്തിട്ടാണ് അവിടെ ആനയെ എഴുന്നള്ളിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ അറിവിൽ അവിടെ ഒരു അപകടം അല്ലെങ്കിൽ ആന വിരണ്ടോടുക അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായതായിട്ട് അറിവില്ല. പക്ഷെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ആനയ്ക്ക് ചൂട് താങ്ങാനാവാതെ ഒരു ആന ബോധം കെട്ട് വീഴുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. കഴിയുന്നതും അവർക്ക് റെസ്റ്റ് ഒക്കെ കൊടുത്തിട്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുന്നത് എന്നാണ് അറിവ്. പക്ഷെ ഇത്തരത്തിലുള്ള ചെറുപൂരങ്ങൾക്കും ഉത്സവങ്ങൾക്കും ഒന്നും യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ ഈ ജീവിയെ കൊണ്ടുവരുമ്പോൾ അതിനുണ്ടാകുന്ന പീഡയും അതുമൂലം മറ്റുള്ളവർക്കുണ്ടാകുന്ന ജീവഹാനിയും ഇതെല്ലാം നമ്മൾ കണ്ണടച്ചിരുട്ടാക്കുകയാണ്. അല്ല, അതെന്താ കാരണം എന്ന് വെച്ചാല് ഈ സാധാരണഗതിയിൽ ഒരു ആനയെ കൊണ്ടു നടക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള പണിയൊന്നുമല്ല. നല്ല കാശ് മുടക്കേണ്ട പണിയാണ്. മിക്കവാറും ദാരിദ്ര്യത്തിൽ നടക്കുന്ന ഒരാൾക്ക് ഒരു ആനയെ വേണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉണ്ടാവാവുന്ന പ്രശ്നങ്ങൾ നമ്പർ 1. നമ്പർ 2, തൃശ്ശൂർ പൂരത്തിനൊക്കെ വരുന്ന സമയത്ത് വലിയ കൊമ്പന്മാര്, വലിയ ആരോഗ്യമുള്ളവരെ അതിനെ ടെസ്റ്റ് ചെയ്ത് അതിന്റെ കഴിവുകളൊക്കെ നോക്കി അങ്ങനെയൊക്കെ മാത്രമേ അത് നിർത്താൻ പറ്റുള്ളൂ. പിന്നെ ഓടി വന്നിട്ട് പൂരത്തിനൊരു പ്രദക്ഷിണം വെച്ച് തിരിച്ചു പോകുന്ന അവസ്ഥയല്ല. അത് അവിടെ തന്നെ ഉണ്ടാവും കുറെ ദിവസം. അതിന് നല്ല പോലെ ഭക്ഷണം കൊടുത്ത് അതിന് ആവശ്യമായിട്ടുള്ള വെള്ളങ്ങളൊക്കെ കൊടുത്ത് ആ ഭൂമി അടക്കം വെള്ളം, നല്ല ചൂടുള്ള സമയത്താണെങ്കിൽ ആ ഭൂമിയിലടക്കം വെള്ളം ഒഴിച്ചിട്ടാണ് ചെയ്യുക. ഇതൊന്നും പലപ്പോഴും ചെയ്യാറില്ല. പിന്നെ കേരളത്തില് പൂരപ്പറമ്പ് എന്നറിയപ്പെടുന്ന ഇത്രയും വിസ്താരമായിട്ടുള്ള സ്ഥലത്ത് അവിടെ പടക്കം പൊട്ടിക്കുന്നുണ്ടാവും, ബോംബ് പൊട്ടിക്കുന്നുണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷെ അത് കഴിഞ്ഞാലും എത്രയോ സ്ഥലം ഫ്രീ ആയിട്ട് കിടക്കുന്നുണ്ട്. മഹാരാജാവിന്റെ കാലത്ത് പൂരം നടത്താൻ വേണ്ടിയിട്ട് ഇത്രയും സ്ഥലം ഉണ്ടാക്കി ഒരു പൂരപ്പറമ്പ് തെക്കിൻ കാട് എന്ന് പറയുന്ന ഒരു കാട് പോലെ ഉണ്ടാക്കിയിട്ട്, ഇന്ന് തേക്കുമില്ല കാടുമില്ല, പക്ഷെ ആ ഒരു സ്ഥലം അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് കൊടുത്തിട്ടുള്ള ഒരു സ്ഥലം പോലെ അല്ലല്ലോ തിരക്ക് പിടിച്ച ഒരു ക്ഷേത്രത്തിന്റെ കുറെ ആൾക്കാരുടെ ഇടയിൽ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് അത് പറയുമ്പോ ഇവിടെ മറ്റൊരു സയന്റിഫിക് സൈഡ് കൂടി ഉണ്ട് ടി.പി.സി. ആനയ്ക്ക് ഏറ്റവും ഭയമുള്ള ഒരു കാര്യമാണ് അഗ്നി. ആനയെ ഓടിക്കാൻ തന്നെ നമ്മൾ തീ കത്തിച്ചിട്ടാണ് അതിനെ ഓടിക്കുക, അല്ലെ? വനത്തിൽ ജീവിക്കുന്നവര്, സാധാരണ ആദിവാസികൾ തീ കത്തിച്ചിട്ടാണ് അതിനെ ഓടിക്കുന്നത്. അപ്പൊ അത്രയും ഭയമുള്ള ഒരു ജീവിയെ ഈ പൂരത്തിന്റെയും തീയിന്റെയും എല്ലാം ഇടയിൽ കൊണ്ട് നിർത്തിയിട്ട് അതിന് എത്രമാത്രം ഭയം ഉണ്ടാകും, അല്ലെങ്കിൽ അത് എന്തുമാത്രം അതിന്റെ ക്ഷമയുടെ എത്രയധികം നെല്ലിപ്പലക എത്തിയിട്ടായിരിക്കും അതങ്ങനെ പ്രതികരിക്കുക? അതിനെ കുറിച്ച് കൂടി ഒന്ന് പറയാമോ? ഇത് വലിയൊരു കോൺട്രഡിക്റ്റിംഗ് ആണ്. തീയും മേളവാദ്യങ്ങളും അല്ലെങ്കിൽ ചെണ്ട കൊട്ടിയിട്ടാണ് ഈ എല്ലാ വൈൽഡ് ആനിമൽസിനെയും നമ്മൾ തുരത്തി ഓടിക്കുക. അത് ഏത് ആനിമൽ ആയാലും ഏത് കാട്ടിലെ ജീവി ആയാലും നമ്മുടെ തെയ്യത്തിന്റെ ഒക്കെ സങ്കല്പങ്ങളിലും അതാണ്. തെയ്യം എന്തുകൊണ്ടാണ് തീയൊക്കെ വെച്ചിട്ട് ഓടിക്കുന്നത്? അത് ഡ്രം എന്തിനാണെന്ന് ചോദിച്ചാൽ ആ കാട്ടിലുണ്ടായിരുന്ന കാലത്ത്, കാട്ടിന്റെ ഒരു കാലത്ത് ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ്. അതേ സമയത്ത് നാട്ടിലുണ്ടാകുന്ന സമയത്ത് ഈ മേളങ്ങളുടെയും ചെണ്ടകളുടെയും ഇടയില് അതിന് പുറത്തേക്ക് പോകാൻ പറ്റാവുന്ന ഒരു എൻവറോൺമെന്റ് ഇല്ലാത്ത അവസ്ഥയിലേക്ക് മാറും. അതൊരു കോമ്പൗണ്ട് വാള് പോലെയാണ്. ആ കോമ്പൗണ്ട് വാള് എന്ന് പറയുന്ന ഒരു റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്. ആ റെസ്ട്രിക്റ്റഡ് ഏരിയയുടെ ഇടയിലാണ്. അപ്പൊ ഈ മേളങ്ങള് ഇപ്പം നമ്മുടെ പല ക്ഷേത്രങ്ങളുടെയും മേളങ്ങൾക്ക് അവരുടെ ഒരു എക്കോ ഉണ്ടാക്കാനുള്ള ഒരു കോമ്പൗണ്ട് വാളുകൾ തന്നെ ഉണ്ട്. ആ കോമ്പൗണ്ട് വാളിന്റെ ഇടയിൽ കൊട്ടുന്ന സമയത്ത് അതിന്റെ ശബ്ദം അവിടെയല്ല കേൾക്കുക, അതിനേക്കാളും കുറെ ദൂരെയാണ് കേൾക്കുക. അപ്പൊ നമ്മുടെ ഈ ഒരു ക്ഷേത്രവാദ്യങ്ങൾക്ക്, ക്ഷേത്രത്തിന്റെ കൺസ്ട്രക്ഷന്, ക്ഷേത്രത്തിന്റെ ചുറ്റുമുള്ള വാദ്യങ്ങൾക്കൊക്കെ അത് എങ്ങനെ ശബ്ദത്തെ ക്രമീകരിക്കണം എന്നുള്ള തരത്തിലും കൂടിയാണ് അതിനൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ സ്വഭാവത്തില് ഇതൊക്കെ കണ്ടു ശീലിച്ചിട്ടുള്ള, അത് സ്വമേധയാ ഉപയോഗിക്കാനും ഇതൊക്കെ ഇതിന് മാത്രമായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആനകളാണെങ്കിൽ അതിനറിയാം.
ഇപ്പൊ മനുഷ്യന് തീയെ ഭയാണ് എന്ന് വെച്ചിട്ട് തെയ്യം മുടിയുടെ മുകളിലും ചുറ്റും തീ എടുത്തിട്ട് കളിക്കാറില്ല. നമ്മൾ പടക്കം കേൾക്കുമ്പോൾ ഭയപ്പെടുന്നവരുണ്ടാവും, അതിനെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. ഈ തരത്തില് അതിന് ട്രെയിൻ ചെയ്തിട്ടുള്ള ആനകള്, ഉത്സവത്തിന് മാത്രമായിട്ട് ഉപയോഗിക്കുന്ന ആനകൾക്ക് ഇതിനെ കാണുമ്പോൾ ഭയം ഉണ്ടാവില്ല. അങ്ങനെ ട്രെയിൻ ചെയ്തിട്ട് അതിനെ ഉണ്ടാക്കി എടുത്തിട്ടുള്ളതാണ് ഉത്സവ വേദികളിലേക്ക് കൊണ്ടുപോകാനുള്ളത്. ഇന്ന് അങ്ങനെയല്ല ചെയ്യുന്നത്. ഇതേ ആനയെ തന്നെ നമ്മൾ മറ്റു പല ആവശ്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുകയാണ്. തടി പിടിക്കാനും അതുപോലെ വിശ്രമമില്ലാതെ. എനിക്ക് തോന്നുന്നത് നമ്മള് മനുഷ്യര് കംപ്ലൈന്റ് ചെയ്യാറുണ്ട്, കോർപ്പറേറ്റ്സ് ആൾക്കാരെ പിഴിയുന്നു ജോലി ചെയ്യിപ്പിച്ച്. പക്ഷെ അതിലുമൊക്കെ എത്രയോ ഇരട്ടിയാണ് ഈ ജീവിയെ നമ്മൾ ജോലി ചെയ്യിപ്പിച്ച് പിഴിയുന്നത്, അല്ലെ? അതിലും മനുഷ്യത്വം എന്ന് പറയുന്ന പോലെ ഇതിനോട് എന്തെങ്കിലും കാണിക്കേണ്ടതല്ലേ? പിന്നെ നമ്മൾ ഈ ചെണ്ട കൊട്ടുക എന്ന് പറയുന്നതിന് ഒരു ഫ്രീക്വൻസി ഉണ്ട്, ഒരു താളബോധമുണ്ട്. ആ താളബോധത്തോടു കൂടി കേൾക്കുന്ന സമയത്ത് നമുക്ക് ശബ്ദം എന്ന് പറയുന്നത് അയ്യോ എന്ന് പറഞ്ഞിട്ട് പറയാനും പറ്റും, എന്ത് നല്ല ശബ്ദം എന്ന് പറയാൻ പറ്റില്ല. അപ്പോ ക്ഷേത്രങ്ങളിൽ കൊട്ടുന്ന സമയത്ത് ഉണ്ടാവുന്ന പോലെ അല്ലല്ലോ ആനയെ ഓടിക്കാൻ കൊട്ടുന്നത്. ആനയെ ഓടിക്കാൻ ആരെങ്കിലും ഡ്രം എടുത്തിട്ട് സാധാരണ മാരാന്മാരെ വിളിച്ചിട്ട് കൊട്ടിക്കാറുണ്ടോ? ഇല്ല. അപ്പൊ ഇതിന് ഒരു ആരവത്തിന്റെ, മേളത്തിന്റെ, ഒരു 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 ആകസ്മികമായിട്ടുള്ള ഒരു പെട്ടെന്നുണ്ടാവുന്ന ഒരു ശബ്ദമായിട്ട് അതിനെ കാണാൻ സാധിക്കില്ല. നാദവ്യത്യാസത്തോടു കൂടി ആനകൾക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള, അത് കേട്ട് ശീലിച്ചിട്ടുള്ള ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു മാറ്റം ആനകളിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നത് അത് ഒരാനയല്ല, കുറെ ആനകളുടെ കൂട്ടാണ്. അപ്പൊ കുറെ ആനകളുടെ കൂട്ടത്തില് നമുക്കൊരു ഒരു ഭയമുള്ള ഒരു സംഭവം ഉണ്ടാകുന്ന സമയത്ത് നാല് പേര് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഭയത്ര ഉണ്ടാവില്ല. അപ്പൊ ഈ പൂരത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരാന മാത്രമാണെങ്കിൽ ചിലപ്പോൾ ഇത്രയും ചെണ്ടമേളം ഉണ്ടാവുമ്പോൾ ഓടിപ്പോവും, ഇത്രയും ആൾക്കാരെ കാണുമ്പോൾ ഓടിപ്പോവും. അതേപോലെ ചുറ്റും ഒരു 10 ആനകൾ ഉണ്ടാവുന്ന സമയത്ത് നമ്മളെപ്പോഴും പറയല്ലോ, ഒരു സൈക്കോളജി അല്ല ഒരു ഇൻഡിവിജ്വൽ സൈക്കോളജി എന്ന് പറയുന്നത്. ആ ഒരു സൈക്കോളജി, മെൻ ആർ ക്രൂവൽ ബട്ട് ദ മാൻ ഈസ് കൈൻഡ് എന്ന് പറയുന്ന പോലെ ഈ ഒറ്റ അവസ്ഥയില് ഭയമുണ്ടാവുന്ന ചെണ്ടമേളങ്ങൾ കേൾക്കുന്ന സമയത്തും കളക്റ്റീവ് സൈക്കോളജി ഇതിനകത്തുണ്ട്. അപ്പൊ റിതമിക് ആയിട്ടുള്ള സൗണ്ട്, ആ ഒരു ലയത്തിൽ ജീവിക്കുന്ന ഒരു ആന അറിയാതെ തലയാട്ടുന്ന സമയത്ത് മറ്റേ ആന ദേഷ്യപ്പെടുന്നില്ല. അതിനെ ഒരു ക്യൂല് കൊണ്ടുപോകുന്ന സമയത്ത് ചിലപ്പോൾ പിന്നാലെ ഒരു കുത്തിന്ന് വരും. ആ കുത്തുന്ന സമയത്ത് ബാക്കിയുള്ളവർ വരണ്ടോടുമ്പോഴാണ് ഇതെല്ലാം കൂടി ഓടുന്നത്. അപ്പം ഇത് വളരെ ശാന്തമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന കഴിവുറ്റ, വളരെ അടുക്കും ചിട്ടയോടുകൂടി ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ, നമ്മുടെ പാരമ്പര്യം സൂക്ഷിക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ, അങ്ങനെ 1-2 സ്ഥലത്ത് വേണമെങ്കിൽ, നമ്മുടെ ഒരു മനസാക്ഷിയുടെ കുത്തൊന്നുമില്ലാതെ പൗരാണികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം, ഭാരതീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വേണം, കുറച്ച് പിന്നെ ടൂറിസം വളർത്തണം. അത്തരം ഒരു സംഭവം ഇതുവരെ അത്തരം പ്രശ്നങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യാത്ത സ്ഥലത്ത് കുറച്ചു കാലവും കൂടി കൊണ്ടു നടത്തണമെങ്കിൽ നടത്താം. അതല്ലാതെ ഒരു കാര്യം പറഞ്ഞോട്ടെ, പ്രൈവറ്റ് ആയിട്ടുള്ള ആന ഉടമകള് അവരുടെ ഒരു കച്ചവടം മാത്രമാണ് ഈ ഒരു ഉത്സവത്തിന് എഴുന്നള്ളിച്ച് ഇതിനെ വിട്ട് പണമുണ്ടാക്കുക എന്നാണ് നമ്മുടെ അറിവ്. അല്ലാതെ എനിക്ക് തോന്നുന്നു ക്ഷേത്രങ്ങൾ പോലും ഓൺ ചെയ്യുന്ന ഉടമസ്ഥതയിലുള്ള ആനകൾ എത്രയോ കുറവാണ് എന്നാണ് അറിവ്. അത് മാത്രമല്ല, എത്രയോ ലക്ഷം രൂപയാണ് ഹിന്ദുക്കൾ ഇതിനു വേണ്ടി അവരവരുടെ കുടുംബക്ഷേത്രങ്ങളിൽ അടക്കം പൊളിച്ചു കളയുന്നത്. ഇതിലൂടെ ഹിന്ദുവാണോ ഉയരുന്നത്, അതോ ആന മുതലാളിമാരാണോ? ഹിന്ദുവിന് എന്ത് ഉദാഹരണമാണ് നമ്മൾ ആദ്യം തീരുമാനിക്കേണ്ടത്, നമ്മൾ ഹിന്ദു ആണോ, മുസ്ലിം ആണോ, ക്രിസ്ത്യാനാണോ, ആനയുടെ പേര് ടോമി എന്നാണോ, മുഹമ്മദ് എന്നാണോ എന്നൊന്നും അറിയേണ്ട കാര്യമില്ല. ഞാൻ പറയുന്നത്, ഇത് ഈ ഒരു ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ആന അതിന് മാത്രം ഉപയോഗിക്കുകയും, നമ്മുടെ ക്ഷേത്രങ്ങളൊക്കെ വളരെ റിച്ച് ആണ്, നമ്പർ 1. നമ്പർ 2, ഗുരുവായൂർ ക്ഷേത്രത്തിൽ മാത്രം ആനയെ പുലർത്താൻ സാധിക്കുമെങ്കിൽ, അതിനെ ടൈം ചെയ്യാൻ സാധിക്കുമെങ്കിൽ, അതിന് ആവശ്യമുള്ള ഭക്ഷണം കൊടുക്കാൻ സാധിക്കുമെങ്കിൽ, ആ ആന അതിന് ചുറ്റുമുള്ള ക്ഷേത്രങ്ങളിലേക്ക് മാത്രം ദൈവികമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുക എന്നുള്ള ഒരു നിബന്ധന വെക്കുകയാണെങ്കിൽ, അതിന് ആവശ്യമുള്ള പോഷകാഹാരങ്ങളൊക്കെ കൊടുത്ത്, അതിന് അസുഖമുള്ള സമയത്ത് റെസ്റ്റ് എടുക്കാനൊക്കെ സമ്മതിച്ച്, അതിന് എപ്പോഴാണോ ഇണചേരേണ്ടത് ആ സമയത്ത് അതിനുള്ള പ്രകൃതിയായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഒരുക്കി കൊടുത്ത്, ഒരു കാട് പോലെ സംരക്ഷിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്ക് ആനയെ മനുഷ്യനുമായിട്ട് ചേരാൻ പറ്റുന്ന തരത്തിലേക്ക് ഒരു ഹാർമണൈസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ, ഈ കണ്ടീഷൻസ് ഒക്കെ വെച്ചിട്ട് വേണം നമ്മൾ അത്. ഭാരതത്തിന്റെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ റൂളുകൾ കേരളത്തിലേക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എടുത്താൽ ചിലപ്പോൾ നടന്നു വരില്ല. അതാണ് നമ്മളിപ്പം ഓരോ സ്ഥലത്തും ലോക്കൽ ആയിട്ടുള്ള റൂളുകളാണ് ബാധകമാവേണ്ടത്. അതുപോലെ തന്നെ ആനയെ തമിഴ്നാട്ടിലൊരു ക്ഷേത്രത്തിൽ ആനയെ ഭഗവാനെ പോലെ സൂക്ഷിക്കുന്ന, ഒരു പണിയും കൊടുക്കാതെ കുളിപ്പിച്ച് ചന്ദനക്കുറി കൊടുത്ത് നല്ല ഭക്ഷണം കൊടുത്ത് പാലിച്ചു പോകുന്ന, നല്ല സ്വർണ്ണമാന്റെ അവസ്ഥയില്
നല്ല പൂർണ്ണമായിട്ടും എന്ത് ഭംഗിയാണ് അതിന്റെ മുടിയൊക്കെ കാണാൻ. അങ്ങനെയുള്ള ആനയൊക്കെ കഥകളൊക്കെ നമ്മൾ വായിച്ചു കേട്ടിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ വളരെ സർവ്വസാധാരണമായിട്ട് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട തരത്തിൽ മനസ്സിലാക്കുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കൊണ്ടുപോകാം. പക്ഷെ അതിനെ അതുപോലെ പാലിച്ചു കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എങ്കിൽ ഈ പണി നിർത്താണ് നല്ലതെന്നാണ് ഏറ്റവും നന്നായിട്ട് നമുക്ക് പറയേണ്ടത്. ആനയെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള, ഞാൻ പറഞ്ഞില്ലേ, വൈൽഡ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുകാരുടെ ഒരു ഭാരതീയ വാർ ട്രഡീഷന്റെ ഭാഗമായിട്ടും 2022 ഡിസംബറിലാണ് സനാതന ധർമ്മികൾക്ക് ആനകളുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞിട്ട് നടന്നൊരു കോൺഫറൻസിൽ എൻ്റെ ഒരു പേപ്പർ ഉണ്ടായിരുന്നു. അതിൽ ഇതിഹാസ പുരാണങ്ങളിൽ ഉപയോഗിച്ചിട്ടുള്ള ആനകളുടെ കഥയും ആ കണ്ടീഷൻസും ഈ ഓരോ കൺസ്ട്രക്ഷൻ അടക്കം നമ്മുടെ എല്ലാ ക്ഷേത്രങ്ങളുടെയും ഓരോ തരത്തിലുള്ള പ്രതിഷ്ഠകൾ നോക്കുന്ന സമയത്ത് അതിനുള്ള ചുറ്റുമുള്ള മതിലുകൾക്ക് ചുറ്റും ആനയുടെ എത്ര 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 ബിംബങ്ങളാണ് നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. ഇപ്പൊ താജ്മഹൽ പോയാലും നമ്മുടെ ആനയുടെ മാർബിളിന്റെ സാധനങ്ങൾ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ടല്ലോ. മൈസൂർ പാലസിൽ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. സാൻഡൽവുഡിന്റെ എല്ലാ ബിംബങ്ങളും ആനയുടെ അല്ലേ. അപ്പൊ ആന എന്ന് പറയുന്നത് നമ്മുടെ സങ്കല്പത്തിന്റെ ഭാഗമായിട്ടും, അത് താജ്മഹൽ ആയാലും മൈസൂർ പാലസ് ആയാലും ക്ഷേത്രങ്ങളായാലും ടെക്സ്റ്റൈൽസ് ആയാലും, ഈ ആയുർവേദത്തില് പിന്നെ ഹസ്തി ആയുർവേദ എന്ന് പറയുന്ന, ഗജ ആയുർവേദ എന്ന് പറയുന്ന ഒരു പ്രാക്ടീഷണർ ആയിരുന്ന മാടമ്പ് കുഞ്ഞിക്കുട്ടനും ഞാനും ഒക്കെ ആയിട്ട് അടുത്ത ബന്ധമുണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പൊ ഗജ ആയുർവേദത്തിന്റെ കുറേ സംഭവങ്ങൾ പഠിച്ചു വെച്ചിട്ടുള്ള മഹാന്മാരുണ്ടായിരുന്ന ഒരു കാലമാണ്. അവർക്ക് ഒരു ആനയെ ടൈം ചെയ്യാനോ ചികിത്സിക്കാനോ ഒക്കെ വളരെ എളുപ്പമായിരുന്നു. ഇന്ന് നമ്മൾ ചെയ്യുന്നതൊക്കെ അനസ്തീഷ്യ കൊടുക്കുകയാണ്. ഏതുപോലെ കുറച്ച് സൈക്കിക് പ്രോബ്ലം ഉള്ള ഒരു മനുഷ്യന് ഉടനെ നമ്മൾ ഈ സഡേഷൻ കൊടുത്ത് ഉറക്കുന്നത് പോലെ ഈ ആനയെ അങ്ങനെ ഉറക്കിക്കൊടുത്ത് അതിന് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകരുത്. അതുകൊണ്ട് നമ്മൾ ഈ യോഗ പറയുന്ന, നമ്മുടെയൊക്കെ ഓരോ അസ്ട്രോളജിയിൽ പറയുന്ന സമയത്ത് തന്നെ ഗജകേസരി യോഗം എന്നൊരു യോഗം തന്നെ പറയാറില്ലേ. അതില് ഏറ്റവും നല്ല അവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ കണ്ണുകള് ആനയുടെ കണ്ണുകൾ പോലെ വർക്ക് ചെയ്യുകയും നമ്മുടെ തുമ്പിക്കൈകൾ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ സന്നാഹങ്ങളും കൈകൊണ്ടെടുക്കാൻ സാധിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയും വലിയ കാര്യങ്ങളും ചെറിയ കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ട് കേൾക്കാൻ സാധിക്കുകയും വലിയ ഏത് സംഭവത്തെയും എനിക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്ന പല്ലും പിന്നെ എൻ്റെ തൊലിയും ഉണ്ടാവുകയും എൻ്റെ കാലുകൾക്ക് ഉയർന്നു നിൽക്കാനുള്ള കഴിവുണ്ടാവുകയും ഏതിനെയും ഓടിക്കാൻ പറ്റുന്ന ഭയമില്ലാതെ എനിക്ക്, അതുകൊണ്ടാണല്ലോ നമ്മൾ മോതിരത്തിനൊക്കെ ആനവാലും മോതിരമൊക്കെ ഉപയോഗിക്കുന്നത്. ഇതിനൊക്കെയുള്ള കഴിവുള്ള ഒരു ജീവിയെ നമ്മുടെ ഭാഗമായിട്ട് കൊണ്ടു നടന്നിട്ടുണ്ട്. അപ്പൊ ഇതിനെ പൂർണ്ണമായിട്ടും ഒതുക്കിക്കളയാം, ഒഴിവാക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാരതീയ സങ്കല്പത്തിൽ അതിന് സാധിക്കില്ല. അതുകൊണ്ട് ഇതിനായിട്ടുള്ള സങ്കല്പങ്ങൾ, എങ്ങനെയാണോ ക്ഷേത്രത്തെ പാലിക്കുന്നത്, എങ്ങനെയാണോ ഭഗവാനെ പാലിക്കുന്നത്, അതുപോലെ നമ്മൾ ആനയെയും, നമ്മൾ ഗജേന്ദ്ര മോക്ഷം എന്ന് കഥയൊക്കെ പറയുന്ന സമയത്ത് ആനകളെ കുറിച്ച് ഇത്രയും കഥയുള്ള ഏതെങ്കിലും ഒരു പുരാണം നമുക്ക് ഉണ്ടാവും. അതുകൊണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള, വളരെ പ്രോസ്പെറസ് ആയിട്ടുള്ള, വളരെ ഹാർമോണിയസ് ആയിട്ടുള്ള, അതുപോലെ ഇന്ദ്രന്റെ വാഹനമായിട്ട് കരുതുന്നതാണ്. ദേവവാഹനമാണ്. അപ്പൊ അതിനെ ഇങ്ങനെ പീഡിപ്പിക്കാതെ, അതിനെ ഇത്തരത്തിൽ ദ്രോഹിക്കാതെ, അതിനെ അങ്ങ് പറഞ്ഞതുപോലെ ഈശ്വരനായിട്ട് കണ്ടുകൊണ്ട് എങ്ങനെയാണോ ക്ഷേത്രത്തിലെ ദേവനെ കാണുന്നത് അതുപോലെ കാണാൻ സാധിച്ചില്ലെങ്കിൽ ദയവായിട്ട് ഇങ്ങനെ ചെയ്യരുതെന്ന് തന്നെയാണ് എല്ലാവരോടും അപേക്ഷിക്കുന്നത്. ഐരാവതം എന്ന് പറയുന്ന ഏറ്റവും നല്ല ആന ഉണ്ടായിരുന്നു നമ്മുടെ ലക്ഷ്മിയിൽ തന്നെ. ഗജലക്ഷ്മി, രാജലക്ഷ്മി എന്ന് പറയുന്ന ഗജലക്ഷ്മിയാണ്. ഗജലക്ഷ്മിയാണ്, രാജലക്ഷ്മിയാണ്. ആയുർവേദത്തിലും യജുർവേദത്തിലും വാത്മീകി രാമായണത്തിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ള, ഇപ്പൊ കൃഷ്ണൻ തന്നെ പിന്നെ എത്രയോ ആനകളുടെ കഥ, ദ്രോണാചാര്യരുടെയും യുധിഷ്ഠിരരും ഭീമനും അശ്വത്ഥമാവും ഒക്കെ ആനയുടെ കഥയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതല്ലേ. അത് ആന മരിച്ചു എന്ന് കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു പേടി, അല്ലെങ്കിൽ ആനയെ കൊന്നു എന്ന് പറയുന്ന ഹസ്തിനപുരം എന്ന പേര്, നമ്മുടെ ചരിത്രത്തിലെ യുദ്ധങ്ങളിൽ എത്ര വലിയ ഹസ്തിനപുരം എന്ന പേര്, ഹസ്തി എന്ന് പറയുന്ന ആനയാണ്. ആ ഹസ്തിനപുരം എന്ന് പറയുന്ന ആനയുടെ നാടായിരിക്കുന്ന ഹസ്തിനപുരത്ത് പോലും ആനയെ ഇങ്ങനെ ഉപയോഗിക്കുന്നില്ല. അപ്പൊ ഈ കേരളം തന്നെ ഉപയോഗിക്കണേ. ഇനി അഥവാ ഉപയോഗിക്കണ്ടെങ്കിൽ നമ്മൾ ഹസ്തിനപുരത്തിൽ ഉപയോഗിക്കുന്നത് പോലെ വാത്മീകി രാമായണത്തിൽ എങ്ങനെയാണോ ബാലകാണ്ഡത്തിൽ നമ്മൾ ഐരാവതത്തെയും ഒക്കെ പിന്നെ ഉപയോഗിച്ചിരുന്നത്, അതുപോലെ സുപുത്രനായിട്ട് കരുതാവുന്ന തരത്തില്, ഇന്ദ്രന്റെ വാഹനമായിട്ട് കരുതാവുന്ന തരത്തില് എല്ലാ മതത്തിലും ഉണ്ടായിട്ടുണ്ട്. ബുദ്ധമതത്തിലും ജൈനമതത്തിലും ഒക്കെ ആനകള് അവരുടെ ഒരു കാര്യമായിട്ടുള്ള സങ്കല്പമായിട്ട് മാറിയിട്ടുണ്ട്. സെങ്കല എന്നാണ് ഇപ്പൊ ഓർമ്മ വന്നത്. സെങ്കല എന്ന
സ്വർണ്ണമുടിയുള്ള ആനയാണ്. ഈ നല്ല ഷവറും സ്വിമ്മിംഗ് പൂളൊക്കെയാണ് ആനയ്ക്ക്. അത് പിന്നെ ഇവിടെ തമിഴ്നാട്ടിലൊരു ക്ഷേത്രത്തിലാണ്. ആ ക്ഷേത്രത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആനയാണ്. ഇങ്ങനെയൊക്കെ ഒരു ആനയെ നമുക്ക് പിന്നെ കൊണ്ട് കാണിക്കാൻ പറ്റുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ലോകത്തിലുള്ള എല്ലാ ടൂറിസംകാരും വരും. അതിനെ വെയിലത്ത് നിർത്തുന്നതിനേക്കാളും ഭേദതാണ്. വളരെ അപ്പൊ ശരിയാണ്. അങ്ങനെയും അതിന് നമുക്ക് popularize ചെയ്യാം. കറക്റ്റ്. അല്ല, അങ്ങ് പറഞ്ഞതുപോലെ ആയിരുന്നെങ്കിൽ എന്ന് അല്ല, ആനയുടെ ആഗ്രഹിച്ചു പോകും. മസാജിങ് തായ്ലാന്റിൽ ആന മസാജ് ഉണ്ട്. അതെ, എന്ത് അതെ, അതെ. രസകരമായിട്ടാണ് ആ ചവിട്ടിയിട്ട് മസാജ് ചെയ്യുക. അല്ല, അത് അത് വളരെ ഫ്രണ്ട്ലി ഇഷ്ടംപോലെ ആണ് അല്ലെ? നമ്മൾ അവിടേക്ക് വളരെ പോകുമ്പോ ഫ്രണ്ട്ലിയാണ്. അത് അല്ല, ആന വളരെ വളരെ ഫ്രണ്ട്ലി ഫ്രണ്ട്ലിയാണ്. ആണ്. നമ്മള് അതെ, അത് റിഫ്ലക്ട് ചെയ്യും. മനം ദർപ്പണ സമാനം എന്ന് പറഞ്ഞ പോലെ നമ്മൾ എങ്ങനെയാണോ ആനയെ കൊണ്ടു നടക്കുന്നത് അതുപോലെ ആന നമ്മളെയും കൊണ്ടു നടക്കും. നമ്മൾ രണ്ടടി കൊടുത്ത് ആനക്ക് കിട്ടുന്ന സമയത്ത് ആ പാപ്പാനെ എടുത്തെറിയില്ല എന്ന് ആരാ പറഞ്ഞത്? correct. അതും എല്ലാ പാപ്പാന്മാരും കള്ളൂടിയന്മാരാ, മിക്കവാറും കള്ളൂടിയന്മാരാണ്. അല്ല, ഇത് പറയുമ്പോ അടുത്തിടെ ഒരു ന്യൂസിൽ കണ്ടിരുന്നു, കള്ള് കുടിച്ചിട്ട് പാപ്പാൻ പോവുകയാണ്, ആന അതിന്റെ പുറകെ ഓടുകയാണ് അതിന്റെ സ്വരക്ഷയ്ക്ക് ഇയാളെ തപ്പിക്കൊണ്ട്. അത് ന്യൂസുകളിലെല്ലാം വളരെ തമാശയായിട്ട് വന്നു. അപ്പൊ അങ്ങനെ പരിപാലിക്കപ്പെടേണ്ടതാണോ ഈ ഒരു വന്യമൃഗം എന്ന് പറയുന്നത്? അങ്ങ് പറഞ്ഞതുപോലെ അതിനെ അതിന്റെ നാച്ചുറൽ ആയിട്ടുള്ള ഹാബിറ്റാറ്റ് കൃത്രിമമായിട്ടെങ്കിലും ഒരുക്കി കൊടുത്ത് ദേവനെ പോലെ കണ്ടുകൊണ്ട് അതിനെ ആവശ്യഘട്ടങ്ങളിൽ മാത്രം ഉപയോഗിക്കാൻ സാധിക്കുന്നെങ്കിൽ ഉപയോഗിക്കട്ടെ. അല്ലെങ്കിൽ ഓർമ്മിപ്പിക്കാനുള്ളത്, ഈ കരിയും കരിമരുന്നും ഒന്നുമല്ല ഹിന്ദുവിനെ നിലനിർത്തിയത്, നമ്മുടെ ക്ഷേത്രങ്ങളെ നിലനിർത്തിയത്, നമ്മുടെ മലയാള മഹത്തായ സിനിമയില് സംസ്കാരത്തെ. കുറെ സിനിമകളുണ്ടല്ലോ, ആനയെ കുറിച്ചുള്ള സിനിമകൾ, നല്ല കുറെ സിനിമകളുണ്ട്. അപ്പൊ അതൊക്കെ ഗജകേസരിയോ നമ്മൾ ഗജകേസരിയോ, ഗജകേസരിയോ അപരിചിതൻ എന്ന് പറയുന്ന സിനിമകളുണ്ട്, അപ്പു എന്ന് പറയുന്ന, അങ്ങനെ കുറെ ഉണ്ട്. ആനക്കൊടി, കുറെ ആനകളുടെ കുറെ സിനിമകളുണ്ട്. അതൊക്കെ അതിലൊക്കെ നമ്മുടെ പാപ്പാന്മാരെ ചിലപ്പം ഉപദ്രവിക്കുന്നത് കണ്ടിട്ടുള്ളത് ഇത്തരം ദുഷ്ടന്മാരെയാണ് ആനകൾ ഉപദ്രവിക്കുന്നത് കണ്ടിട്ടുള്ളൂ. ഇപ്പൊ എല്ലാരും ദുഷ്ടന്മാരായ കാലത്ത് ആന ഇത്തരം പ്രശ്നങ്ങൾ ചെയ്യുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് എനിക്ക് തോന്നുന്നു. അത് കുറച്ച് വേണം, മാറ്റം വരുത്തണം എന്നുള്ള ഉറപ്പാണ്. മാറ്റം വരുത്തണം. തീർച്ചയായിട്ടും നമ്മുടെ ദാർശനികമായിട്ടുള്ള ആശയങ്ങളാണ് ഇന്നും ഹിന്ദുവിനെ നിലനിർത്തിയിട്ടുള്ളത്. അത് ആചരിച്ചിട്ടുള്ളവരാണ് അതിനെ നിലനിർത്തിയിട്ടുള്ളത്. അല്ലാതെ കരിയും കരിമരുന്നും ഒന്നുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയധികം ശാസ്ത്രീയമായിട്ടും ആത്മീയമായിട്ടും പാരമ്പര്യമായിട്ടും അതുപോലെ തന്നെ ചരിത്രപരമായിട്ടും എല്ലാം ഒരുപാട് അറിവുകൾ നമുക്ക് ഈ ഒരു വിഷയത്തിൽ നൽകിയ ആദരണീയനായിട്ടുള്ള നമ്മുടെ എല്ലാം ആചാര്യൻ ഡോക്ടർ ടി.പി. ശ്രീക്ക് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട്, പാദ നമസ്കാരത്തോടു കൂടി നന്ദി പറഞ്ഞുകൊണ്ട്, ആനകൾക്ക് നല്ലൊരു കാലമുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം, വന്ദേ മാതരം.